എല്ലാവർക്കും നമസ്കാരം. വെൽക്കം യു ഓൾ ടു ദ ന്യൂ വീഡിയോ. സോ വാട്ട് ഈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ? നമ്മൾ ഈ ഹാപ്പിനെസ് സീരീസിൽ 4ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സം മോർ ടെക്നിക്സ് അല്ലെങ്കിൽ സം മോർ സ്കിൽസ് ഓഫ് എന്താ പറയുക, ഹാപ്പിനെസ്സിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് പവർ ഓഫ് അവെയർനെസ്സും, പിന്നെ ഒരു മൈൻഡ്ഫുള്ളായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ള 2 കാര്യങ്ങൾ നോക്കി. നൗ there are 2 more other techniques which I am going to discuss, which has created a tremendous change in my life. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു ഓവർ തിങ്കിങ് പാറ്റേൺ ഉള്ള ആൾക്കാർ തന്നെയാണ്. അത് എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ബിക്കോസ് ദാറ്റ് ഈസ് ദ വേ വി ബീൻ പുട്ട് അപ്പ് ഇൻ അവർ ലൈഫ്. സോ അങ്ങനെ പറയുമ്പോൾ വാട്ട് ആർ ദ അതർ 2 ടെക്നിക്സ് വിച്ച് ഐ എം ഗോയിങ് ടു ഡിസ്കസ്? ഫസ്റ്റ് തിങ് ഈസ് ലെറ്റിംഗ് ഇറ്റ് ഗോ. 2 നമ്മുടെ ആക്സെപ്റ്റൻസ്. സോ ഈ 2 കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലായ്പ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മുടെ ഈഗോ ഹേർട്ടാവുന്നത്, അവിടെ ഈഗോ ഹേർട്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു ആളുടെ പെരുമാറ്റമോ, അല്ലെങ്കിൽ നമ്മളുടെ ബോസിൻ്റെ ഒരു പെരുമാറ്റമോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണറുടെ പെരുമാറ്റമോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റമോ, എവിടെയോ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിഹേവിയറൽ ചേഞ്ച് വരും. നമ്മൾ ദേഷ്യപ്പെടും, അല്ലേ? നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗിൽട്ട് ഫീലിങ്ങിലേക്ക് നമ്മൾ കയറും. ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫിൽ നടക്കാറുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ പോയിന്റിൽ നമ്മളിതിനെ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണർ ഒരു ബുദ്ധിമുട്ട് പറയാം, ഒരു കോഫി ചോദിച്ചു, നിങ്ങൾക്ക് കോഫി വേണമെങ്കിൽ നിങ്ങൾ കുടിക്കുക എന്ന്. ജസ്റ്റ് ഐ എം ടെല്ലിങ് ആൻ എക്സാമ്പിൾ കേട്ടോ. സോ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ ഈ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലേ? ലൈഫ് പാർട്ട്ണർ ആരും ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ഹസ്ബൻഡ് ആണെങ്കിലും വൈഫോ ആണെങ്കിലും ലൈഫ് പാർട്ട്ണറിനെ പറയുന്നുള്ളൂ. സോ എവിടേക്കോ നമുക്കത് പെട്ടെന്ന് ഹേർട്ടാവും. സോ നമ്മളറിയാതെ ബിഹേവ് ചെയ്തു. ഇവിടെയൊക്കെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടേക്കോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു വാശി. ഓക്കെ, സോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ഏതൊരു മൊമെൻറ്റ്സും ലൈഫിൽ മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ നമുക്ക് സംഘർഷങ്ങളില്ല. അപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, എനിക്ക് എങ്ങനെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ചോദിക്കേണ്ടത്, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട മൊമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈഗോ അല്ലെങ്കിൽ എനിക്കൊരു ഒരു സ്റ്റേറ്റ് ഓഫ് ഇൻസിഡൻസിൽ എനിക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 വശമുണ്ടല്ലോ. എന്തുകൊണ്ട് എനിക്ക് വിഷമം വരുന്നു? ആ കാര്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ ഒരു പോസ്, ബിക്കോസ് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ സംടൈംസ് അവിടെ ആ ഈഗോ ഡിസോൾവ് ആവും. ശരി, ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. നമ്മളൊരാളോട് ഒരു കാര്യം ദേഷ്യം വരുമ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും അത് ചെയ്തത് എന്നുള്ള ഒരു മൊമെൻറ്റിൽ ഒരു എംപത്തൈസ് ചെയ്ത് നോക്കുക. സോ ദർ ബി എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ വേ വി തിങ്ക്. അത് തന്നെ നമ്മളെ ഒരു ആക്സെപ്റ്റൻസിലേക്ക് എത്തിക്കും. പിന്നെയുള്ളത് ലെറ്റിങ് ഇറ്റ് ഗോ, നമ്മുടെ 2ാമത്തെ കാര്യം. എന്തുകൊണ്ട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം കുറച്ച് കാര്യങ്ങളെന്ന് പറയാൻ കാരണം, നമ്മൾ ഏതൊരു മൊമെൻറ്റിലും നമ്മുടെ ഒരു പെരുമാറ്റം ഒരാളോടുള്ളത് അത് ഒരു ഒറ്റ ഇൻസിഡൻ്റ് കൊണ്ടല്ല, അതിന് മുകളിലായിട്ട് കുറേ ലേയേഴ്സ് ഉണ്ടാവും. അത് ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മളൊരു ഇൻസിഡൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്നു, പക്ഷെ അയാളോട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കുട്ടി നമ്മുടെ ബോസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും. ഈ സാധനം നമുക്ക് വേറെ എവിടെയെങ്കിലും കാണിക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കാണിക്കും. കുട്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുന്നേ കൂടെ ഒരാൾ ഇത്തിരി സ്പീഡായിട്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ അറിയാതെ ഒരാൾ തട്ടി, അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു ദേഷ്യം ലോഡ് ചെയ്യും അങ്ങടേക്ക്. അതേ സമയത്ത് നമ്മളിത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാണ്. That is okay. That happens with anybody for that matter. I am not alone in this world who is miserable in thoughts എന്ന് ചിന്തിച്ച് നമ്മൾ ആ മൊമെൻറ്റിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും ചിന്തകൾ വരുമ്പോൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. സി, ഈ 2 ടൂള് വളരെ പവർഫുള്ളാണ്. ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം ഫോർ യു ടു പ്രാക്ടീസ് ദിസ്, പക്ഷേ this is the best moment to start. Today is going to be the best moment to start.
ഇത് മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് നമ്മൾ അവെയർ ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് വരും. നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ ആ ഒരു പോസ് എടുത്തിട്ട് ആ മൊമെൻറ്റിൽ ലെറ്റിങ് ഇറ്റ് ഗോ ആണോ ആക്സെപ്റ്റൻസ് ആണോ വേണ്ടതെന്ന് നോക്കി കാര്യങ്ങൾ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ട്രെമൻഡസ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ഇറ്റ്സ് മീ ലക്ഷ്മൺ കുമാർ സേയിങ് ബൈ. താങ്ക് യു വൺസ് അഗൈൻ.